ചാമ്പ്യൻസ് ട്രോഫി രണ്ടാം മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനൽ ഉറപ്പാക്കിയിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ 242 റൺസ് വിജയലക്ഷ്യം ടീം ഇന്ത്യ 42.3 ഓവറിലാണ് മറികടന്നത്. മത്സരശേഷം പാക് ക്യാപ്റ്റൻ റിസ്വാന്റെ പ്രതികരണം ഇതിനോടകം തന്നെ ക്രിക്കറ്റ് ലോകം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 241 റൺസ് ആയിരുന്നു നേടിയിരുന്നത്. മറുപടി ബാറ്റിംഗിൽ 42.3 ഓവറിലാണ് ടീം ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നത്. 51ാം ഏകദിന സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി 100 റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. 56 റൺസുമായി ശ്രേയസ് അയ്യരും 46 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും ടീം ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഇന്ത്യയുടെ തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി പാകിസ്ഥാന്റെ ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനൽ പ്രതീക്ഷകളും ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി മറ്റു ടീമുകളുടെ മത്സരഫലങ്ങൾ കൂടി പാകിസ്ഥാനെ സംബന്ധിച്ച് നിർണായകമായി മാറിയിട്ടുണ്ട്. തോൽവിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വിരാട് കോഹ്ലിയെ പ്രശംസിച്ചുകൊണ്ടാണ് പാക് ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ രംഗത്തെത്തിയത്. വാർത്താ സമ്മേളനത്തിൽ വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സിനെ പറ്റി ചോദ്യമുയർന്നപ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് നമുക്ക് ആദ്യം വിരാട് കോഹ്ലിയെക്കുറിച്ച് സംസാരിക്കാമെന്നായിരുന്നു റിസ്വാന്റെ മറുപടി. കോഹ്ലിയുടെ കഠിനാധ്വാനം കണ്ട് താൻ അത്ഭുതപ്പെടുന്നുവെന്നാണ് റിസ്വാൻ ആദ്യം പറഞ്ഞത്. ലോകം മുഴുവൻ അദ്ദേഹം ഫോം ഔട്ടാണെന്ന് പറയുന്നു. എന്നാൽ വലിയ മത്സരങ്ങളിൽ അദ്ദേഹം ഫോം വീണ്ടെടുക്കും. അദ്ദേഹത്തിന്റെ പ്രകടനത്തിനായാണ് ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്കെതിരെ അനായാസമായാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. അദ്ദേഹത്തിന് റൺസ് കൊടുക്കാതിരിക്കാനായിരുന്നു തുടക്കം മുതൽ തന്നെ ശ്രമിച്ചത്. പക്ഷെ കോഹ്ലി അതെല്ലാം മറികടക്കുകയായിരുന്നു. കോഹ്ലിയുടെ കായികക്ഷമതയും കഠിനാധ്വാനവും തീർച്ചയായിട്ടും പ്രശംസ അറിയിക്കുന്നതാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രകടനത്തെ തങ്ങൾ ടീം ഒന്നാകെ അഭിനന്ദിക്കുന്നുവെന്നുമാണ് റിസ്വാൻ പറഞ്ഞത്. കളിയുടെ 3 മേഖലകളിലും പാകിസ്ഥാൻ ഇന്ത്യക്ക് മുൻപിൽ നിഷ്പ്രഭരായി പോവുകയായിരുന്നു. തോൽക്കുന്നത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. കാരണം തോറ്റാൽ പിന്നെ നിരവധി ചോദ്യങ്ങൾ തന്നെയായിരിക്കും നേരിടേണ്ടതായി വരിക. എന്നാൽ ഈ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റ് മാത്രമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഒരാളല്ല പിഴവ് വരുത്തിയത്. കളിയുടെ 3 മേഖലകളിലും തങ്ങൾക്ക് പിഴയ്ക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് തോൽവിയിലേക്ക് നീങ്ങിയത് എന്നുമാണ് മുഹമ്മദ് റിസ്വാൻ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഇന്നലെ പറഞ്ഞത്. എന്തായാലും തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ് എന്ന് ഏറെക്കുറെ പറയാം. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് സെമി പ്രതീക്ഷകൾക്കായി മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ കൂടുതലായി ആശ്രയിക്കേണ്ടതായുണ്ട്. മറുഭാഗത്ത് പാകിസ്ഥാനെതിരായ രണ്ടാം വിജയത്തോടു കൂടി ടീം ഇന്ത്യ സെമി ഉറപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും 2017 ഏറ്റുവാങ്ങിയ ചാമ്പ്യൻസ് ട്രോഫിയിലെ തോൽവിക്ക് പാകിസ്ഥാനോട് ടീം ഇന്ത്യ ഒരു മധുര പ്രതികാരം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.